ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രാൻഡിന്റെ വിജയം നമ്മൾ സാധാരണയായി എങ്ങനെയാണ് അളക്കുന്നത്? മിക്കവാറും സെയിൽസ് എത്രയുണ്ടെന്ന് നോക്കിയിട്ടാവും, അല്ലേ? എന്നാൽ ആ വിൽപ്പനയുടെ കണക്ക് മാത്രം മതിയോ? സത്യത്തിൽ ഒരു ബ്രാൻഡെന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം മാത്രമല്ല, അതൊരു വികാരമാണ്, ഒരു ഐഡിയയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനത്തിൽ നമുക്ക് സെയിൽസ് നമ്പറുകൾക്കും അപ്പുറത്തേക്ക് പോയി ഒരു ബ്രാൻഡിന്റെ യഥാർത്ഥ വിജയം എങ്ങനെ അളക്കാമെന്ന് നോക്കാം. അതെ, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു ഫീലിംഗിനെ നമ്മൾ എങ്ങനെ അക്കങ്ങളിലേക്ക് മാറ്റും? ഒരു ബ്രാൻഡിനോടുള്ള ആളുകളുടെ ഇഷ്ടവും വിശ്വാസവുമൊക്കെ നമുക്ക് അളക്കാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും പറ്റും. അതിന് ചില പ്രത്യേക വഴികളുണ്ട്. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കിതിനെ ഒരു ഹെൽത്ത് ചെക്കപ്പായിട്ട് കാണാം, അല്ലേ? നമ്മുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്നറിയാൻ പൾസ് മാത്രം നോക്കിയാൽ മതിയോ? പോരല്ലോ. അതുപോലെ ഒരു ബ്രാൻഡിന്റെ ആരോഗ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സെയിൽസ്. ശരിക്കുള്ള ചിത്രം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചെക്കപ്പിന് പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളുണ്ട്. ബ്രാൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തുടങ്ങി, പിന്നെ എങ്ങനെ ആളുകളുടെ ശ്രദ്ധ നേടാം, അവരുടെ താൽപ്പര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അവരെ എങ്ങനെ നമ്മുടെ ആരാധകരാക്കി മാറ്റാം, അവസാനം ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് ചേർക്കാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്താണ് ഈ ബ്രാൻഡ് ഹെൽത്ത്? ഇത് വെറും സെയിൽസിന്റെ മാത്രം കാര്യമല്ല. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ മനസ്സിൽ നിങ്ങളുടെ ബ്രാൻഡിന് എത്രത്തോളം ശക്തമായ പോസിറ്റീവായൊരു സ്ഥാനമുണ്ട് എന്നതിൻ്റെ ഒരു അളവുകോലാണ് ശരിക്കും ഈ ബ്രാൻഡ് ഹെൽത്ത്. ഇനി നമുക്ക് ഒരു കസ്റ്റമറുമായുള്ള ബ്രാൻഡിന്റെ ബന്ധത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് പോകാം. ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെപ്പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർക്ക് നിങ്ങളെ അറിയാമോ? ഇവിടെയാണ് എല്ലാം തുടങ്ങുന്നത്, ആ ഒരു ആദ്യത്തെ മതിപ്പുണ്ടാവുന്ന ഘട്ടം. ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ് ബ്രാൻഡ് അവെയർനെസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, എത്ര ആളുകൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ അറിയാം എന്നുള്ളതാണ് സംഭവം. ഇത് നിങ്ങളുടെ ബ്രാൻഡിന്റെ ആരോഗ്യത്തിന്റെ ആദ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സൂചനയാണ്. ഇവിടെ നമ്മൾ റീച്ചും ഇംപ്രഷനുകളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. റീച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ പരസ്യം എത്ര വ്യത്യസ്തരായ ആളുകളിലേക്ക് എത്തി എന്നതാണ്. എന്നാൽ ഇംപ്രഷനുകൾ എന്ന് പറഞ്ഞാൽ ആ പരസ്യം മൊത്തത്തിൽ എത്ര തവണ കാണിച്ചു എന്നതാണ്. അതായത് ഒരാൾ തന്നെ 10 തവണ കണ്ടാൽ റീച്ച് 1 പക്ഷേ ഇംപ്രഷനുകൾ 10 ആയിരിക്കും. ഷെയർ ഓഫ് വോയിസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിങ്ങളുടെ ശബ്ദം എത്രത്തോളം കേൾക്കുന്നു എന്ന് കാണിക്കുന്ന ഒന്നാണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവെയർനെസ് എന്ന് പറഞ്ഞാൽ ലോഗോയോ പേരോ കാണുമ്പോൾ എനിക്കിതറിയാമല്ലോ എന്ന് തോന്നുന്നതാണ്. എന്നാൽ റീകോൾ എന്ന് പറഞ്ഞാൽ അതിലും ഒരു പടി മുകളിലാണ്. ഉദാഹരണത്തിന്, ഒരു നല്ല ഫോൺ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു സൂചനയുമില്ലാതെ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് ഒരാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് ബ്രാൻഡ് റീകോൾ. ഓക്കെ, ആളുകൾക്ക് നിങ്ങളെ അറിയാം, കൊള്ളാം. പക്ഷേ അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതാണ് ബ്രാൻഡ് സെന്റിമെന്റ് അളക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ച് നല്ലതാണോ മോശമാണോ പറയുന്നത് എന്നത് നമുക്ക് കാട്ടിത്തരും. ശരി, അപ്പോൾ ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെ ശ്രദ്ധിച്ചു തുടങ്ങി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അവർക്ക് ഒരു താൽപ്പര്യം തോന്നണം. വെറുതെ നോക്കി പോകുന്ന ഒരാളിൽ നിന്ന് നിങ്ങളുടെ ബ്രാൻഡുമായി ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാളായി അവരെ എങ്ങനെ മാറ്റിയെടുക്കാം? അതെങ്ങനെ അളക്കാമെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ ചോദ്യം. നിങ്ങളുടെ ഒരു പോസ്റ്റ് ഒരാൾ കാണുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അതൊന്ന് ലൈക്ക് ചെയ്യാനോ ഒരു കമന്റ് ഇടാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ അവർക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു ഇടപെടലാണ് യഥാർത്ഥ താൽപ്പര്യത്തിന്റെ ലക്ഷണം. എൻഗേജ്മെന്റ് റേറ്റാണ് ഇതിന്റെ പ്രധാന അളവുകോൽ. നിങ്ങളുടെ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, അവർക്കത് ഇഷ്ടപ്പെടുന്നോ, അവരതിനോട് പ്രതികരിക്കുന്നു എന്നൊക്കെ ഇത് തെളിയിക്കും. ഒരു ഉയർന്ന എൻഗേജ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ടൊരു ശക്തമായ ബന്ധമുണ്ട് എന്നാണ് അർത്ഥം. ഇത് കണക്കാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പോസ്റ്റിന് കിട്ടിയ ആകെ ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയെല്ലാം കൂട്ടിയിട്ട് ആ പോസ്റ്റ് എത്ര പേരിലേക്ക് എത്തിയോ ആ റീച്ച് കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് നിങ്ങളുടെ കോണ്ടന്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനും സഹായിക്കും. ഈ എൻഗേജ്മെന്റ് മാത്രമല്ലാട്ടോ, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എത്ര പേര് വരുന്നുണ്ട്, അവരവിടെ എത്ര നേരം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് ലെറ്ററിനായി സൈനപ്പ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ അവരുടെ താൽപ്പര്യത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും അവസാനത്തെ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു തവണ നമ്മുടെ ഉൽപ്പന്നം വാങ്ങിയൊരു കസ്റ്റമറെ എങ്ങനെ ജീവിതകാലം മുഴുവൻ കൂടെ നിർത്താം, അവരെ എങ്ങനെ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു പ്രചാരകനാക്കി അല്ലെങ്കിൽ ഒരു ഫാനാക്കി മാറ്റാം. ഇതാണ് ഏതൊരു ബ്രാൻഡിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു കസ്റ്റമർ എത്രത്തോളം സംതൃപ്തനാണ് അല്ലെങ്കിൽ ബ്രാൻഡിനോട് കൂറുള്ളവനാണ് എന്നളക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ അഥവാ NPS. ഈ ബ്രാൻഡ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്രത്തോളം ശുപാർശ ചെയ്യും എന്ന ഒരൊറ്റ ചോദ്യത്തിലൂടെയാണ് നമ്മളിത് കണ്ടെത്തുന്നത്. ഈ NPS സ്കോർ -100 മുതൽ +100 വരെയാക്കാം. 0-ന് മുകളിലുള്ള ഏത് സ്കോറും നല്ലതാണ്.
പക്ഷേ ഒരു +50 മുകളിലേക്ക് വന്നാൽ അത് വളരെ മികച്ചതായി കണക്കാക്കാം. ഈ കാണുന്ന +65 എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായൊരു സ്കോറാണ്. ഇതിനർത്ഥം കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബ്രാൻഡിനോട് വലിയ ഇഷ്ടമുണ്ടെന്നാണ്. ഉയർന്ന ഒരു NPS സ്കോർ തരുന്ന ആളുടെ മനസ്സിലിരിപ്പ് ഏകദേശം ഇതുപോലെയായിരിക്കും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രൊമോട്ടർമാർ എന്ന് വിളിക്കുന്നത്. ഇവർ നിങ്ങളുടെ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ആരാധകരും നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായി മാർക്കറ്റിംഗ് ചെയ്യുന്നവരുമായിരിക്കും. ഒരു യഥാർത്ഥ ഫാനാണോ എന്ന് തിരിച്ചറിയാൻ വേറെയും വഴികളുണ്ട്. അവർ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ടോ? അവരുടെ ജീവിതകാലം കൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിന് അവർ എത്രത്തോളം മൂല്യം നൽകുന്നുണ്ട്? അവർ കാരണം എത്ര പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്? ഇതെല്ലാം വിശ്വസ്തതയുടെ വളരെ വ്യക്തമായ തെളിവുകളാണ്. ശരി, അപ്പോൾ നമ്മൾ അവെയർനെസ്, എൻഗേജ്മെന്റ്, ലോയൽറ്റി ഇങ്ങനെ പലതരം ഡാറ്റയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഈ നമ്പറുകൾ വെറുതെ ശേഖരിച്ചു വെച്ചാൽ മതിയോ? പോരാ. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നല്ല തീരുമാനങ്ങളെടുക്കാം എന്നതിലാണ് കാര്യം. ഈ ഡാറ്റയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇതൊരിക്കലും ഒറ്റത്തവണ ചെയ്യുന്ന കാര്യമല്ല, ഒരു തുടർ പ്രക്രിയയാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കണം. എവിടെയാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നത് എന്ന് കണ്ടെത്തണം. അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തണം. അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മൾ ഈ അളക്കുന്ന ഓരോ സംഖ്യയും നമ്മുടെ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, അവയർനെസ് കൂടുന്നുണ്ട്, പക്ഷേ ലോയൽറ്റി കുറയുകയാണെങ്കിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് വളരണം. അപ്പോൾ ഈ മെട്രിക്കുകളെല്ലാം വെറും അക്കങ്ങളല്ല. അവ നിങ്ങളുടെ ബ്രാൻഡിന്റെ യാത്രയിൽ വഴി കാണിച്ചു തരുന്നൊരു കോമ്പസാണ്. നിങ്ങൾ ശരിയായ ദിശയിലാണോ പോകുന്നതെന്ന് ഈ കോമ്പസ് കൃത്യമായിട്ട് പറയും. എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ഈ ഡാറ്റ നിങ്ങളെ സഹായിക്കും. ഓരോ ഡാറ്റയ്ക്കും അതിൻ്റേതായ ഒരു കഥ പറയാനുണ്ടാവും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബ്രാൻഡിനെ എങ്ങനെയാണ് കാണുന്നത്, അവർക്ക് എന്ത് തോന്നുന്നു, അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കഥ. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ബ്രാൻഡിന്റെ ഡാറ്റ ഇപ്പോൾ എന്ത് കഥയാണ് പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ കാണാം.